റംസാൻ ഇതൊക്കെ വരികയാണ്. റംസാന്റെ ഈദിന്റെയും ഭാഗമായിട്ട് നമുക്ക് ഈ വീഡിയോ റിലീസ് ആകുന്ന അന്ന് മുതൽ ഈദ് ഡേ വരെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ വണ്ടികൾക്കും ഫുൾ ടാങ്ക് ഫ്യൂൽ ഫ്രീ അല്ലേ? വണ്ടി ക്വാളിറ്റി സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? അതായത് ഏറ്റവും ഫുള്ളിന്റെ തൊട്ട് താഴെയായിട്ട് വരും. പക്ഷേ ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. 24-25 രജിസ്ട്രേഷൻ ആണ്. 2024-25 വണ്ടിയാണ്. അതെ അതെ. അതായത് കുറച്ച് കയ്യിൽ പൈസ കുറഞ്ഞിട്ടുള്ളവർക്ക് ഒരു 7 സീറ്റർ വേണമെങ്കിൽ നല്ല അടിപൊളി ഓപ്ഷൻ ആണ്. അതെ അതെ അതെ. ഒരു ഫാമിലി കാർ. പിന്നെന്താ നല്ല വണ്ടിയായിരിക്കും. 1.5 അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള വണ്ടി. നമുക്ക് എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് 2,80,000 രൂപ കൊടുക്കാം. 280. അൾട്ടോന്റെ പൈസക്കാണ് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളതാ ഈ സാധനം തരുന്നത് അല്ലേ? നമ്മൾ നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലിൽ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലാത്ത ഒരു ഷോറൂം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഷോറൂം ഇപ്പോൾ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു മിഡ് റേഞ്ച് വണ്ടി, അതായത് ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് ആണെങ്കിലും റിറ്റ്സ് ആണെങ്കിലും i20 ആണെങ്കിലും അങ്ങനെയുള്ള കാറ്റഗറിയിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന നല്ലൊരു വണ്ടി എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ എടുത്തെടുത്ത് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. യൂസ്ഡ് കാറാണ് പർച്ചേസ് ചെയ്യാൻ പോകണമെങ്കിൽ 5-10 ലാഭം നോക്കിയിട്ട് അവിടെ പോയി ഇവിടെ പോയി വണ്ടി എടുത്തിട്ട് പണി മേടിക്കാൻ നിൽക്കണ്ട. 10 രൂപ നിങ്ങൾ കൂടുതൽ കൊടുത്താലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അത് തിരഞ്ഞെടുത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും. അങ്ങനെ ഈ 5 രൂപയും 10 രൂപയും ലാഭം നോക്കി പോകുന്നവർക്കാണ് പണി കിട്ടുന്നത്. പിന്നെ അവരാണ് ഈ യൂസ് കാറിനെ മൊത്തത്തിൽ കുറ്റം പറയുന്നത്. അങ്ങനെ കുറേ കഥകളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രീം കാർസ് എന്നാണ് ഇവരുടെ ഷോറൂമിൻ്റെ പേര് വരുന്നത്. ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് ടൗണിനോട് അടുത്ത് 7 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു MRR എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്. അതിനോട് ചേർന്ന് തന്നെയാണ് ശരിക്കും നമ്മുടെ ഡ്രീം കാർസ് വരുന്നത് കേട്ടോ. കണ്ടുപിടിക്കാൻ ഒരു പാടില്ല, ഹൈവേ സൈഡിൽ തന്നെയാണ്. ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല വണ്ടികളേ ഉള്ളൂ. അതായത് പറ്റ വില കുറഞ്ഞതും അതേപോലെ തന്നെ എന്താ പറയുക കുറച്ച് മോശമായിട്ടുള്ളതൊന്നും തപ്പിവിടെ ആരും വരണ്ട. നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ നല്ല അടിപൊളി കണ്ടീഷനിൽ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. മാക്സിമം നിങ്ങളൊരു ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കൊക്കെ ചെയ്താൽ മതി, ഒരു നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ഷോറൂം ഇവിടെ പുതുതായിട്ട് ഓപ്പൺ ആയതും ഇത്രയും നല്ല കിഴിലെ വണ്ടികൾ ഇവിടെ ഉള്ളതൊന്നും എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടുമല്ലോ. കൂടുതലൊന്നും പറയുന്നില്ല. ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി പ്രൈസ് കുറച്ച് വണ്ടി കാണിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രീം കാർസിൽ ഇതാ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊയ്തുകയുണ്ട് കൂടെ. മൊയ്തുക, എന്തായാലും നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ഓക്കെ, താങ്ക് യു. നമ്മൾ ആദ്യമായിട്ട് ഒരു വീഡിയോ എടുക്കുന്നതാണല്ലേ, പുതിയ ഷോറൂം ഒക്കെ തുടങ്ങിയിട്ട്. ഞാനേ ഒറ്റ കാര്യം എനിക്ക് എല്ലാവരും ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താ നിങ്ങളുടെ വണ്ടികളുടെ ഒക്കെ അവസ്ഥ എന്താ? വണ്ടികളൊക്കെ ഹൈ ക്വാളിറ്റി വണ്ടികളാണ്. എല്ലാം നമ്മൾ നല്ല ബെസ്റ്റ് പ്രൈസിലാണ് കൊടുക്കുന്നത്. മാക്സിമം കസ്റ്റമേഴ്സിന് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം കുറച്ച് തന്നെ കൊടുക്കുന്നത് അല്ലേ? പിന്നെ വേറൊരു കേസ് ഉണ്ടോ, ഇവിടെ കിടക്കുന്ന വണ്ടികളുടെ ഒക്കെ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ അറിയാലോ, അത്യാവശ്യം നല്ല 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 എല്ലാ വണ്ടികളും ഹൈ ക്വാളിറ്റി വണ്ടികളാണ്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടികൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. എന്താ നിങ്ങൾ എന്തെങ്കിലും ഓഫർ ഒക്കെ പറയുന്നത്, എന്തെങ്കിലും കൊടുക്കണ്ട നമുക്ക്? നമ്മളിപ്പോ ഏതായാലും റംസാൻ ഇതൊക്കെ വരികയാണ്. റംസാന്റെ ഈദിന്റെയും ഭാഗമായിട്ട് നമുക്ക് ഈ വീഡിയോ റിലീസ് ആകുന്ന അന്ന് മുതൽ ഈദ് ഡേ വരെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ വണ്ടികൾക്കും ഫുൾ ടാങ്ക് ഫ്യൂൽ ഫ്രീ അല്ലേ? ഓക്കെ, അപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു തരും. തീർച്ചയായും. പിന്നെ ഒറ്റ കേസുള്ളൂ, ഇവിടുന്ന് ഇപ്പോൾ ഈ കാണുന്ന വണ്ടികളൊക്കെ അത്യാവശ്യം നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടുന്നതല്ലേ എന്ന്? അതെ അതെ അതെ. അതേപോലെ തന്നെ ആ ഒരു താറ് കിടക്കുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, എപ്പോഴും നമ്മൾ ചെറുതെന്ന് തുടങ്ങാം, പക്ഷെ നമുക്ക് വലുതെന്ന് തുടങ്ങാം. അതെ അതെ. ഓക്കെ, ആദ്യത്തെ വണ്ടിയാണ് നമുക്ക് ഈ താറന്ന് തുടങ്ങാം. ഇതല്ലേ? ഇത് ബ്ലാക്ക്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ സാധനം കാണാൻ കിട്ടാനില്ല. ഇല്ല ഇല്ല. ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2018 മോഡൽ 4x4 ഡീസൽ. 18 4x4 ആണ്. CRD അല്ലേ? കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. അത്ര ഓടിയുള്ളൂ? 60 ഓടിയുള്ളൂ അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും 18 മോഡൽ ഉണ്ട് അല്ലേ? അതെ അതെ. പിന്നെ ഞാനേ എല്ലാത്തിന്റെ ഇന്ത്യയിൽ ഒന്നും കാണിക്കുന്നില്ല. നിങ്ങൾ വിളിക്കുന്ന അയച്ചു കൊടുക്കണ്ടേ? തീർച്ചയായും. കുറെ വണ്ടി കാണിക്കാണ്ടല്ലോ, നമുക്ക് വേഗം കാണിച്ചു പോവാം. ആവശ്യക്കാരെ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽ അയച്ചു കൊടുക്കാം. ശരി. അപ്പോൾ ഇവരുടെ നമ്പറൊക്കെ താഴെ വെച്ചിട്ടുണ്ടോ, നിങ്ങൾ വിളിച്ചാൽ മതി. ഇതിപ്പോ എന്ത് വില ഉണ്ട് ഇതിന്? ഇത് നമുക്ക് 8,75,000 രൂപ കൊടുക്കാം. 8,75 അല്ലേ? പലരും പറയും വില കൂടുതലാണ്, വേണ്ടവർ വന്ന് എടുത്താൽ മതി. ഒരു നിർബന്ധം, ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അല്ല ഞാൻ പറയാ. അതിന് അത്രയും നിർബന്ധം ഒരു നിർബന്ധമില്ല. ഞാൻ കാരണം എന്താ വെച്ചാൽ അങ്ങനെ വണ്ടി കിട്ടാനില്ല, അന്വേഷിച്ച് എടുക്കാൻ ആൾക്കാരല്ലേ. 18 വണ്ടി 60,000 കിലോമീറ്റർ 4x4 CRD ആണ്. നമുക്ക് 8,75 അല്ലേ? വണ്ടി പക്കയല്ലേ? വണ്ടി പക്ക. കൊണ്ടുവന്ന ഒരാൾ കുറ്റം പറയില്ലല്ലോ. ഇല്ല, വണ്ടി വന്ന് നോക്കിയ ഒരാൾക്കൊന്നും പറയാനുണ്ടാവില്ല. അപ്പൊ അതാണ് നമുക്ക് ആകെ അറിയേണ്ട ആവശ്യമുള്ളൂ അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഒരു TUV കിടക്കണ്ടല്ലോ. TUV ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2018 മോഡൽ, സോറി 17 മോഡലാണ്. 17 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക്. 40,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലുള്ളത്. ഓക്കെ, നമുക്ക് 6,99,000 രൂപ കൊടുക്കാം. 6,99,000. അതായത് 17 മോഡൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളൂ കേട്ടോ. പിന്നെ ഇപ്പൊ ഇവിടേക്ക് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ ഷോറൂമുകളിലും വണ്ടി കിടക്കുമ്പോൾ നല്ല നീറ്റ് ആയിരിക്കും. അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ, ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ മാക്സിമം ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക. എവിടെ എല്ലാ സൗകര്യം കൊടുക്കില്ല, ചെക്ക് ചെയ്ത് എങ്ങനെയാണ് ചെക്ക് ചെയ്യാം. എക്സ്പെർട്ടിനെ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ സർവീസ് സെന്ററിൽ കൊണ്ടുവരാൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇത് പഴയതാണെങ്കിൽ ഇത് പുതിയതല്ലേ? അത് റെഡ് കളറാണ്. ഇതേതാ മോഡൽ? 2023 ആണ്. അതെ അതെ.
ഇത് കിലോമീറ്ററോ? 53,000 കിലോമീറ്റർ. ഇത് സിംഗിൾ ഓണർഷിപ്പിലാണ്. 4x4 ആണ്. 4x4 മാനുവലാ? മാനുവൽ അല്ലേ? മോശമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. നിങ്ങൾ ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും വണ്ടിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് സ്പെഷ്യൽ ആയിട്ട് പറയണേ. പറയും. ഇത് 4 ബ്രാൻഡ് ന്യൂ ടയർ ഇട്ടിട്ട് ഒരു 100 കിലോമീറ്റർ ഓടിയിട്ടില്ല. പുത്തൻ ടയറും ഉണ്ട് അല്ലേ? 4 പുത്തൻ ടയർ. ഇത് നമുക്ക് എന്താ വില? ഇത് 14,99,000 രൂപ. 14,99. ഓക്കെ, അത് 23 മോഡലും ഉണ്ട്, ലോ കിലോമീറ്റർ ആണ് അല്ലേ? അതുകൊണ്ടൊക്കെയാണ്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ആവുമോ? നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്ത് കൊടുക്കട്ടോ. തീർച്ചയായും ആദ്യത്തെ വീഡിയോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം തീർച്ചയായും ആദ്യത്തെ വീഡിയോ ആണ് എന്തായാലും നമുക്ക് ചെയ്ത് കൊടുക്കണല്ലോ. അടിപൊളി. അതുപോലെ തന്നെ നല്ല പുത്തൻ ഒരു ഇറച്ചി ഇറക്കണ്ടല്ലോ. അത് ഏതാ മോഡല്? 2022 മോഡലാണ്. 22 ആണ് അല്ലേ? ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആണ്. 22 ഇത് പെട്രോൾ അല്ലേ? അതെ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണല്ലോ ഉള്ളൂ അല്ലേ? അതെ. ഓക്കെ, ഇത് 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VXI ഓട്ടോമാറ്റിക്. ZXi ഓട്ടോമാറ്റിക്. ZXi ഓട്ടോമാറ്റിക് ആണ്. അതായത് പിന്നെ ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ വരുന്ന എല്ലാം വരുന്ന വണ്ടിയല്ലേ? റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് നമുക്ക് എന്താ പ്രൈസ്? അത് നമുക്ക് 10,80,000 രൂപ കൊടുക്കാം. 10,80,000 കൊടുക്കാം. അടിപൊളി. അതും 22 വണ്ടി അല്ലേ? 22. വളരെ ലോ കിലോമീറ്റർ വണ്ടി. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആവുകയും ചെയ്യും. നോക്കി ചെയ്ത് കൊടുക്കാം. 10,80,000 രൂപയ്ക്ക് നല്ല അടിപൊളി വണ്ടി എടുത്തു. ഓട്ടോമാറ്റിക്. അതും ZXi ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടി അല്ലേ? അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു കിയ സോണറ്റ് അല്ലേ? സോണറ്റ് പെട്രോളോ ഡീസലോ? ഡീസലാണ്. അടിപൊളി ഡീസൽ വണ്ടിയാണ്. ഇത് ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക് അല്ല, സോറി ഓട്ടോമാറ്റിക് ആണ്. 2021 മോഡൽ. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? അതായത് ഡീസൽ ഓട്ടോമാറ്റിക് അത്യാവശ്യം നല്ല കിഡിലെ ഒരു സാധനം കേട്ടോ. ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു വണ്ടി അല്ലേ? 21 മോഡൽ അല്ലേ? കിലോമീറ്ററോ? 52,000. വേരിയന്റ് ഏത്? വേരിയന്റ് GTX പ്ലസ് ആണ്. അടിപൊളി. ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെ പറയാം അല്ലേ? എല്ലാവിധ സംഭവം ഉണ്ട്. ഇനി ഇതിന്റെ പുറമെ എന്തോ ഒരു GT ലൈൻ അങ്ങനെ എന്തായാലും. ഓക്കെ, ഇതിപ്പോ പിന്നെ 21 കിലോമീറ്റർ 52,000. ഇന്ന് നമ്മളെ വിലയും കൂടി പറയുന്നത് 11,40 ആസ്ക് ചെയ്യുന്നത്. 11,40. ഓക്കെ, സൺറൂഫ് മുതൽ സകല സാധനങ്ങളും സീറ്റ് വെന്റിലേഷനും എല്ലാം ഉള്ള വണ്ടി കേട്ടോ. 11,40,000 രൂപ. എനിക്ക് തോന്നുന്നു ഒരു 10-15 സുഖമായിട്ട് ലോണും കയറില്ലേ? കിട്ടും. ഒരുവിധം വണ്ടിക്കൊക്കെ മാക്സിമം ലോൺ 90-95 വരെ കിട്ടും. 90 എന്തായാലും കിട്ടും. അതായത് നമ്മുടെ പ്രൊഫൈലിനനുസരിച്ചിരിക്കും ലോൺ അല്ലേ? ഓക്കെ, അത് നിങ്ങൾ മാക്സിമം സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അടുത്തതായിട്ട് നല്ല അടിപൊളി ഒരു MG കാണിച്ചാൽ. MG ഹെക്ടർ ആണ്. ഹെക്ടർ ഏതാ മോഡല്? ഹെക്ടർ 2020 മോഡൽ ഡീസലാണ്. 2021 രജിസ്ട്രേഷൻ വരുന്നതാണ്. 2021 രജിസ്ട്രേഷൻ അല്ലേ? അടിപൊളി. ഡീസലാണ്. അത്യാവശ്യം മൈലേജ് കിട്ടും അല്ലേ? ഡീസൽ ആയതുകൊണ്ട് തന്നെ മാനുവൽ ആണ്. ഓട്ടോമാറ്റിക് ഇറങ്ങിയിട്ടില്ല ഡീസലില്. ഇല്ല, മാനുവൽ ആണ്. അതെ. ഇത് എന്തെങ്കിലും അപാകത ഉണ്ടോ? ഇല്ല, ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇസ്രയൊക്കെ പക്കയല്ലേ? ഇസ്രയൊക്കെ പക്ക. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 29,000. വെറും 29,000 ശരിക്കും? അതെ. അത് കൊള്ളാലോ. അത് വളരെ ലോ കിലോമീറ്റർ അല്ലേ? ലോ കിലോമീറ്റർ ആണ്. അടിപൊളി. ഇത് നല്ല ലോ കിലോമീറ്ററിലുള്ള MG ആരെങ്കിലും നോക്കുന്നുണ്ട്. ഡീസൽ വണ്ടി 2021 അല്ലേ? അതെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വിലയോ? 14 ലക്ഷമാണ് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. 14 ലക്ഷം രൂപ. 14,50. 14,000. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആവൂലേ? ചെയ്യാം. പിന്നെ ഡീസലാണ്. അത്രയും ലോ കിലോമീറ്റർ വണ്ടി കിട്ടൂല. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. ഇതാണെങ്കിലോ? ഇത് പെട്രോൾ ആണ്. വണ്ടി ഇന്ന് വന്നേ ഉള്ളൂ. അതിന്റെ പ്രൈസ് പെട്രോൾ മോഡൽ അല്ലേ? കിലോമീറ്റർ എത്രയൊക്കെ അവിടെ ഇല്ല? കിലോമീറ്റർ 51,000 കിലോമീറ്റർ 2019 മോഡൽ അല്ലേ? അതിന്റെ റേറ്റ്, ഇതിന്റെ റേറ്റ് മാത്രം നിങ്ങൾ ഒന്ന് മെസ്സേജ് അയച്ചാൽ പറഞ്ഞു തരാം. അത് ഇന്ന് വന്നിട്ടുള്ളൂ അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ക്രെറ്റയാണ്. ഏതാ മോഡല്? ക്രെറ്റ 2022 മോഡൽ ഡീസൽ SX. 22 SX അല്ലേ? അതും ഡീസലാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല മൈലേജ് കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് വണ്ടി അല്ലേ? അതുപോലെ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പനോർമിക് സൺറൂഫ് ആണ്. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. എല്ലാ സാധനങ്ങളും വരും. SX ഓപ്ഷണൽ അല്ലല്ലോ? SX. കിലോമീറ്ററോ? 51,000 കിലോമീറ്റർ. 51 ഓടി അല്ലേ? അതെന്തായാലും വലിയ ഓട്ടമൊന്നും പറയാനില്ല. 22 ആണല്ലോ? അതെ. എന്തൊക്കെയാ വില? 15,60. എന്തെങ്കിലുമൊക്കെ കുറയുമല്ലോ അല്ലേ? ചെയ്ത് കൊടുക്കാം. അടുത്തത് ഒരു ബ്രസ കാണിച്ചു തരാം. ഇതാണെങ്കിലോ? ഇത് 2022 മോഡല് 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ZXi പ്ലസ്. അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ പെട്രോൾ കേട്ടോ. സ്മാർട്ട് ഹൈബ്രിഡ് ആണല്ലേ? അത്യാവശ്യം ഒരു 15-16 മൈലേജ് കിട്ടുമോ? കിട്ടും അല്ലേ? അതൊക്കെ എന്തായാലും കിട്ടും. ഇതിപ്പോ കിലോമീറ്റർ എത്ര വരുന്നത്? ഇത് കിലോമീറ്റർ 40,000 കിലോമീറ്റർ. ഒരു 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? 22 ആണ്. ZXi പ്ലസ് ഏറ്റവും ടോപ്പിന്റെ വണ്ടി. വില കൂടി പറയും. എങ്ങനെ? വില 9,90,000. 9,90,000 രൂപ. ആലോചിക്കണം. 22 ZXi പ്ലസ് മാനുവൽ വരുന്നത്. അതും ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും ഉള്ളത് അല്ലേ? നെഗോഷ്യബിൾ ആവില്ലേ റേറ്റ്? ചെയ്ത് കൊടുക്കാം അല്ലേ? നമ്മുടെ ആൾക്കാർക്ക് മാത്രം ചെയ്തായിട്ടോ. ഫുൾ ടാങ്ക് ഫ്യൂൽ ഫ്രീ ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഏത് വണ്ടിയാണെങ്കിലും ഫുൾ ടാങ്ക് വരും. അതൊക്കെ പെരുവയറനാണ് അല്ലേ? 10,000 രൂപ വേണം. സത്യം. ഇനി ഇതാണെങ്കിലോ? ടെറാനോ 2014 മോഡലാണ്. 14 85 XV ആണ്. ഡീസൽ 85 അല്ലേ? അതെ. 85 എന്ന് പറയുമ്പോൾ അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടും. കംപ്ലൈന്റ് കുറവാണ് അല്ലേ? അത്യാവശ്യം ഇത് വേറെ നല്ല വൃത്തി ഉണ്ടല്ലേ വണ്ടി? സിൽവർ വണ്ടി കേട്ടോ. എന്തെങ്കിലും ഉണ്ടോ അപാകത? ഇല്ല, അപാകത ഒന്നുമില്ല. കിലോമീറ്റർ 98,000 വരുന്നത്. ജെനുവിൻ കിലോമീറ്റർ. 98 എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറവാണ്. ഡീസൽ അല്ലേ? അതെ. വിലയോ? വില 460. എന്തെങ്കിലും കുറയാനുണ്ടോ അതില്?
നോക്കാം, വണ്ടി നോക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാക്സിമം പറ്റും പോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ അവിടെ ഒരു എർട്ടിക്കയും കൂടി ഉണ്ട്. ഇതാണെങ്കിലോ? എർട്ടിക 2015 മോഡലാണ്. 15 ആണ്. VDI ആണ്, ഡീസൽ VDI ആണ്. എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ? ഇല്ല, ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. VDI അല്ലേ? VDI ആണ്, ഡീസൽ. മിഡിൽ ഓപ്ഷനിൽ ഡീസൽ വരുന്നുണ്ട്. അതെ. കിലോമീറ്ററോ? കിലോമീറ്റർ 63,000. ഇത് നിങ്ങൾ മോഡൽ ഏതാ പറഞ്ഞത്? 2015 മോഡൽ. 15 വണ്ടി അല്ലേ? ഓക്കെ, 15 വരുമ്പോൾ ഹൈബ്രിഡ് അല്ലല്ലോ? ഹൈബ്രിഡ് അല്ല അല്ലേ? ഓക്കെ, എന്താ പക്ഷേ ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാണ്. അതെ. എന്താ വില? ഇത് വില വരുന്നത് 6,10,000. 6,10,000 അല്ലേ? ഓക്കെ, എന്തായാലും വണ്ടി ക്വാളിറ്റി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? മോശമൊന്നുമില്ല, നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളൂ. അതുപോലെ തന്നെ ഇതാ ഇവിടെ ആണെങ്കിൽ ഇതാ നല്ല അടിപൊളി ഒരു നമ്മുടെ സെൽറ്റോസ് അല്ലേ? സെൽറ്റോസ് ഡീസൽ പെട്രോളോ? ഇത് വരുന്നത് ഡീസലാണ്. അതെ. അടിപൊളി ഡീസൽ വണ്ടി. ഏതാ മോഡല്? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ആഹാ, കൊള്ളാലോ. അതായത് ഈ ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി കേട്ടോ. പിന്നെ ഇത് വേരിയന്റ് HTK ആണ്. അതായത് ഏറ്റവും ഫുള്ളിന്റെ തൊട്ട് താഴെയായിട്ട് വരും. പക്ഷെ ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. 24-25 രജിസ്ട്രേഷൻ ആണ്. 24-25 വണ്ടിയാ. അതെ. കിലോമീറ്റർ അപ്പോ 18,000 കിലോമീറ്റർ. വെറും 18. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അടിപൊളി. വെറും 18,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക്കലി ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതെ. എനിക്കൊന്ന് സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല എന്നുള്ളൂ അല്ലേ? അതെ. അങ്ങനെ ചെറിയ 1-2 സാധനങ്ങളെ കുറവുള്ളൂ. പാനോറമിക് സൺറൂഫ് മുതൽ എല്ലാ സാധനവും ഉണ്ട്. ഇത് നമുക്ക് എന്താ വില വരുന്നത്? അത് പറയും. ഇത് നമ്മള് 19,000 ആസ്ക് ചെയ്യുന്നത്. ഇത് പുതിയ എന്ത് വിലയുണ്ടെന്ന് അറിയോ? പുതിയ ഏകദേശം കൃത്യമായിട്ട് എനിക്കറിയില്ല, ഒരു 25 മേലെ ഇല്ല എന്തായാലും. ഏകദേശം ആ റേഞ്ചിലുണ്ട് ഉണ്ടാവും അല്ലേ? പിന്നെ ഇപ്പത്തെ ഈ GST കുറഞ്ഞതിൽ കുറച്ച് റേറ്റ് ഒക്കെ മാറിയിട്ടുണ്ടാവും. അത് നിങ്ങൾ നോക്കിക്കോളുക. അപ്പൊ എന്തായാലും 24-25 വണ്ടി അല്ലേ? അതും ഡീസൽ ഓട്ടോമാറ്റിക്. കിടിലൻ സാധനം. ആർക്കെങ്കിലും വേണേ നോക്കിക്കോ. പിന്നെ അപാകതൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തെങ്കിലും അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ വാഗണർ 2021 മോഡൽ VXI. 21 VXI. 1.2 ആയിരിക്കും അല്ലേ? 1.2. ഓക്കെ. എന്തെങ്കിലും അപാകതകൾ? ഇല്ല, ഒന്നുമില്ല. കിലോമീറ്ററോ? 42,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? വണ്ടി നല്ല നീറ്റാട്ടോ. ബിഗ് വാഗണർ. എന്താ വില? 4,95. 4,95. 5 രൂപ ഉള്ളിൽ കൊടുക്കാം അല്ലേ? 21 വണ്ടി. അതും VXI ആണ്, മോശമൊന്നുമില്ല. അതുപോലെ തന്നെ ലോഡ്ജി ആണെങ്കിലോ? ലോഡ്ജി വരുന്നത് അതായത് പാവങ്ങൾക്ക്, അതായത് കുറച്ച് കയ്യിൽ പൈസ കുറഞ്ഞിട്ടുള്ളവർക്ക് ഒരു 7 സീറ്റർ വേണമെങ്കിൽ നല്ല അടിപൊളി ഓപ്ഷൻ ആണ്. അതെ. ഒരു ഫാമിലി കാർ. പിന്നെന്താ, നല്ല വണ്ടിയായിരിക്കും. 1.5 അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള വണ്ടി. 2015-16 രജിസ്ട്രേഷൻ വരുന്നത്. 15-16 കിലോമീറ്ററോ? 92,000 കിലോമീറ്റർ. ജെനുവിനാ? 92 ജെനുവിനാണെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. നല്ല സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ അല്ലേ? നല്ല നീറ്റാട്ടോ വണ്ടി. കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ 15-16 ഇന്നോവ എടുക്കണമെങ്കിൽ 8 ലക്ഷം 9 ലക്ഷം രൂപ കൊടുക്കണം. അതിന്റെയൊക്കെ 3 വെച്ചിട്ട് നമുക്ക് കൊടുക്കാം അല്ലേ? എന്ത് വിലക്ക് കൊടുക്കാം? 3,80. 3,80,000 രൂപ. അടിപൊളി. 3,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ലോഡ്ജ് എടുത്തുകൊണ്ട് പോകാം. അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടി. ബാക്കി ചെക്ക് ചെയ്തോളൂ അല്ലേ? ഡീസൽ വണ്ടിയാണ്, മാക്സിമം ചെക്ക് ചെയ്തെടുക്കുക. ഇനി ഇതാണെങ്കിലോ സ്വിഫ്റ്റ് വരുന്നത് 2015-16 രജിസ്ട്രേഷൻ വണ്ടി. 15 മോഡൽ 16 വണ്ടി അല്ലേ? ഇത് ഡീസലാ? പെട്രോൾ ആണ്. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഓൾമോസ്റ്റ് പുതിയതാണ്. ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യണ്ട അല്ലേ? ഒന്ന് പോളിഷ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ പോളിഷ് ചെയ്ത് വെച്ചാൽ അടിപൊളി. അതെ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്ററോ? കിലോമീറ്റർ 1,46,000. 1,46. പെട്രോൾ ആയതുകൊണ്ട് പിന്നെ അത്ര വലിയ പ്രശ്നം ഇല്ല. പെട്രോൾ അല്ല, എങ്കിലും ചെക്ക് ചെയ്തെടുത്തോളൂ. വിലയോ? 3,99. 15-16 ഉണ്ട് അല്ലേ? VXI ആണ്, നോക്കിയിട്ട് എടുത്തോളൂ. അതേപോലെ തന്നെ ഇവിടെ ഒരു വാഗണർ കൂടി ഉണ്ടല്ലോ. ആ വാഗണർ വരുന്നത് 2023 മോഡലാണ്. ZXI. 23 ZXI അല്ലേ? അതെ. ഓക്കെ. എനിക്കൊന്ന് 1 ലിറ്റർ ആണോ അതോ 1 ലിറ്റർ ആണോ? 1 ലിറ്റർ 1.2 ആയിരിക്കും അല്ലേ? മോശമൊന്നുമില്ല. ഇതൊക്കെ അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന എന്താ പറയാ, മാരുതി ആയതുകൊണ്ട് എന്ത് പറയാനല്ലേ കൂടുതൽ പറയാനൊന്നുമില്ല. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 33,000 അത്ര ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 5,85. 5,85,000 രൂപയ്ക്ക് ആലോചിക്കണം. 23 ZXI ആണ് അല്ലേ? അതേപോലെ തന്നെ പഴയ മോഡൽ ഉണ്ടല്ലോ ഇതോ? ഇത് 2016 മോഡൽ. 18 മോഡൽ. 18. നല്ല കട്ട ടയർ ഉണ്ട്. 18 VXI ഫുൾ ഓപ്ഷൻ ആണ്. അതായത് ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി. അതിലേക്ക് മാറുമ്പോൾ ഈ വണ്ടി ലാസ്റ്റ് വണ്ടി. ഇത് 18 കിലോമീറ്റർ. 52,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? എന്താ വില? 3,80. ഇതിന് ഗ്ലാസിന് ചെറിയ ക്രാക്ക് ഉണ്ട്. നമുക്ക് അത് പിന്നെ മേജർ ആക്സിഡന്റ് ആണെന്ന് വിചാരിക്കേണ്ട വെച്ചിട്ട് മാറാണ്ട് വെച്ചാൽ മാറി കൊടുക്കാം. കാണിച്ചിട്ട് കല്ലടിച്ചു മാറിയിട്ടെങ്കിൽ പറയും ഇടിച്ച് പൊളിഞ്ഞ. അതുകൊണ്ട് മാറാണ്ട് വെച്ചു. ഓക്കെ. 3,80 അത് റെഡിയാക്കി കൊടുക്കാമല്ലോ നമുക്ക്. കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ടിയാഗോ ഉണ്ടല്ലോ. 2016 മോഡൽ. 16 അല്ലേ? 16. അതായത് ടിയാഗോയുടെ ഫസ്റ്റ് വണ്ടി. അതെ. കിലോമീറ്ററോ? 72,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. 1.2 പെട്രോൾ എഞ്ചിൻ അല്ലേ? മോശമൊന്നുമില്ല. അത്യാവശ്യം വൃത്തിയുണ്ട് വണ്ടി കാണാൻ. അതെ. നമുക്ക് എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് 2,80,000 രൂപ കൊടുക്കാം. 2,80. അൾട്ടോന്റെ പൈസക്കാണ് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളതാ ഈ സാധനം തരുന്നത് അല്ലേ? കിടക്കുന്ന അൾട്ടോ ഇല്ല. അൾട്ടോന്റെ പൈസക്ക് നിങ്ങൾക്ക് ഈ സാധനം എടുത്തുകൊണ്ട് പോകാം.
288 അല്ലേ? 88. അത് നെഗോഷ്യബിൾ ആവുമോ? ചോദിക്കണേ ശരിയല്ല, എന്തെങ്കിലും ചോദിച്ചു ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് കൊടുക്കാം അല്ലേ? കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ റിറ്റ്സ് ആണെങ്കിലോ? റിറ്റ്സ് 2014 മോഡൽ VXi ആണ്. 14 VXi. ഓക്കെ. കിലോമീറ്ററോ? കിലോമീറ്റർ വരുന്നത് 76 കിലോമീറ്റർ. 76. ഓക്കെ, മോശമൊന്നുമില്ല. വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ അല്ലേ? ബോഡി വൈസ് ഒക്കെ നല്ല ക്ലീൻ അല്ലേ? ക്ലീൻ ആണ്. വില എത്ര ഉണ്ട്? 375. 375. അതും നെഗോഷ്യബിൾ ആണ്. മാക്സിമം ലോണും കയറില്ലേ? കയറും. അടിപൊളി. 350 വരെ ലോൺ കിട്ടും. ലോൺ കയറും അല്ലേ? അതുപോലെ തന്നെ ഇത് സെലറി ആണെങ്കിലോ? സെലറി വരുന്നത് 2021 മോഡലാണ് VXi മാനുവൽ. 2021 VXi ഓട്ടോമാറ്റിക്. ഓ, അതായത് ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി. അതെ. VXi ഓട്ടോമാറ്റിക് ആണ്. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. വെറും 29 അല്ലേ? അതായത് ഈ ഒരു ഷേപ്പിൽ വന്ന വണ്ടികളിലെ അവസാനത്തെ വണ്ടി ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഷേപ്പ് മാറി അല്ലേ? 21 ഈ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ അല്ലേ? ഓ, ജെനുവിൻ കിലോമീറ്റർ. സെക്കൻഡ് ഓണറാ? അതെ. ഓക്കെ. സെക്കൻഡ് ഓണർ. എന്താ വില? 525 അല്ലേ? ഒക്കെ ഓട്ടോമാറ്റിക്കും കൂടി ആയതുകൊണ്ടാണ്, മോഡലും ഉള്ളതുകൊണ്ടാണ്. ഇതാണെങ്കിലോ ടൊയോട്ട? ഇത് എറ്റിയോസ് ലീവ VXD 2017 മോഡൽ 18 രജിസ്ട്രേഷൻ വണ്ടിയാണ്. VXD ആണ്. VXD. അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്, ഡീസൽ ആണ് അല്ലേ? 17 മോഡൽ 18 രജിസ്ട്രേഷൻ 1,09,000 കിലോമീറ്റർ ഓടിണ്ട്. ഈ 19 ജെനുവിൻ ആണ്? ജെനുവിൻ കിലോമീറ്റർ. അതെ അല്ലേ? അതായത് ഈ ടൈപ്പ്, ഈ പ്ലാറ്റിനം വന്ന ഷേപ്പ് അല്ലേ? അതെ. ഓക്കെ. VXD എന്ന് പറയുമ്പോൾ അന്ന് ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ജെനുവിൻ ആണ് ഉറപ്പല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഹിസ്റ്ററി ഉണ്ട്, ചെക്ക് ചെയ്യാം. ഹിസ്റ്ററി ഉള്ളോ? എന്താ വില? ഇത് 680. 680. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? കിട്ടാനില്ല. വേണ്ടവർ നോക്കിയിട്ട് എടുത്തോളൂ, ചെക്ക് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഈ അൾട്ടോ ആണെങ്കിലോ? ഈ അൾട്ടോ 2022 മോഡൽ VXi ആണ്. 22 VXi. എന്തെങ്കിലും അപാകതകളോ? ഇല്ല, ഒന്നുമില്ല. കിലോമീറ്റർ എത്ര? പിന്നെ 73,000. 73. 21 VXi അല്ലേ? 22 VXi. 22. അപ്പൊ ഇച്ചിരി ഓടിയിട്ടുണ്ട്. അപാകതൊന്നും ഇല്ലല്ലോ? അപാകതൊന്നുമില്ല. ഹിസ്റ്ററി ഉണ്ട്. വിലയോ? 375 ആണ് ആസ്ക് ചെയ്യുന്നത്. 375. ഓക്കെ. അത് എന്തെങ്കിലും കൊടുക്കാം. സുഖമായിട്ട് മാക്സിമം ലോണും കയറില്ലേ? ഓക്കെ. ഇതാണെങ്കിലോ? സെയിം സാധനം. ഇത് 2019 മോഡൽ LXi ആണ്. 71,000 കിലോമീറ്റർ ഓടിയിട്ട് വന്ന ഫസ്റ്റ് വണ്ടി. അതെ. 71 അല്ലേ? ഓക്കെ. അപ്പൊ അതൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. വിലയോ? ഇത് 310. 310 അല്ലേ? ഓക്കെ. അത് മോശമൊന്നുമില്ല കേട്ടോ, വണ്ടി അത്യാവശ്യം നീറ്റാണ്. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റോ? ഇത് 2023 മോഡൽ VXi ആണ്. 23 VXi. ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ്. മാനുവൽ അല്ലേ? 23 വണ്ടിയാണ് ഓർക്കണം. കിലോമീറ്ററോ? 26,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? എനിക്കൊന്നും ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നത് ഈ പുതിയ സ്വിഫ്റ്റിന് അത്ര വലിയൊരു മാർക്കറ്റ് ഇല്ല. 3 സിലിണ്ടർ ആയതുകൊണ്ട്. 4 സിലിണ്ടറിന് ആവശ്യക്കാർ. അതെ. ഇത് അതിപ്പോ ഏത് കൂടുതൽ ഈ മോഡലിനാണ്. അതെ. ശരി. ഇതെന്തായാലും നമുക്ക് 23 എന്താ വില? ഇത് 685. 685. ഓക്കെ. 23-ന് 685. അതേപോലെ തന്നെ ഓർമ്മ കിടക്കുന്നുണ്ട്. ഇതേതാ? ഇത് 2021 മോഡൽ ZXi ഓട്ടോമാറ്റിക് ആണ്. 21 ZXi ഓട്ടോമാറ്റിക് അല്ലേ? AMT വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അല്ലേ? 21 ആണെങ്കിലും കിലോമീറ്റർ ലോ കിലോമീറ്റർ 12,000 കിലോമീറ്റർ ഓടില്ലൂ. വെറും 12. അടിപൊളി. വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് വേണമെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട അല്ലേ? ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കുക? ഇത് നമുക്ക് 730. 730 അല്ലേ? അപ്പൊ ഒന്നും പറയാനില്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് മാക്സിമം നെഗോഷ്യബിൾ കൊടുക്കുക. അടിപൊളി. ഈ റെഡോ? റെഡ് 2023 മോഡൽ VXi ആണ്. 23 VXi അല്ലേ? കിലോമീറ്റർ എത്ര? 40,000 കിലോമീറ്റർ. 40,000 ഓടിയിട്ടുള്ളൂ. ഇത് അപാകതൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, അപാകതൊന്നും. എനിക്ക് 40 ഓടി ഇപ്പൊ 4 ടയറും ഏകദേശം പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട്. റെഡ് കളറാണ്. ഇത് പിന്നെ റേറ്റ് 685. മോശമൊന്നുമില്ല അല്ലേ? നല്ല വൃത്തിയുള്ള റെഡ് കളർ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇത്രയും വണ്ടികൾ കാണിച്ചു തന്നു. ഇനി ഒരു 3 വണ്ടി കൂടി ഉണ്ട്. ആ 3 വണ്ടി I20 ആണ്. അതും കൂടി കുറച്ച് അവസാനിപ്പിക്കാം അല്ലേ? അതെ, അവസാനിപ്പിക്കാം. ഇതിപ്പോൾ വെള്ളം ഇതേതാ മോഡല്? ഇത് 2017 മോഡല്. 17? പെട്രോൾ അല്ലേ? പെട്രോൾ. സ്പോർട്സ് വേരിയന്റ് സ്പോർട്സ് വരുന്നത്. സ്പോർട്സ് ആണ് അല്ലേ? അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ബട്ടൺ ഷാട്ടൊന്നും ഇല്ലാന്നേ ഉള്ളൂ. അലോയിലും ഇല്ല. അതെ. അപാകതൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. കിലോമീറ്റർ 70,000. 70? ഇതിനൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് വളരെ കുറവാണ്. കുറച്ച് മൈലേജ് കുറവാന്നുള്ളൂ അല്ലേ? മൈലേജ് കുറച്ച് കുറവാണ്. നല്ല കംഫർട്ട്. നല്ല കംഫർട്ടാ. 10-12 പ്രതീക്ഷ അല്ലേ? 12-14 മാക്സിമം. ഹൈവേലൊക്കെ കിട്ടും 14. ശരിയായിട്ട് ഹൈവേൽ ഓടിക്കണമെന്നുള്ളൂ. ഇതൊക്കെ എന്താ വില? ഇത് നമുക്ക് 525. 17 അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ റെഡ് ആണെങ്കിലോ? റെഡ് വരുന്നത് 2016 മോഡൽ സ്പോർട്സ് തന്നെയാണ്. 16 സ്പോർട്സ്. ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് ഒന്ന് ചെയ്താട്ടോ അത്? അതെ. നല്ല നീറ്റ് വണ്ടിയാണ്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 44? കൊള്ളാലോ. പിന്നെ സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ പ്രൊജക്ടർ ഇല്ല, അങ്ങനെ 1-2 കാര്യങ്ങളെ മാറ്റം വരുള്ളൂ. വിലയോ? ഇത് നമുക്ക് പ്രൈസ് 520. 520. ഓക്കെ. അതും 16 വണ്ടി അല്ലേ? ഒരെണ്ണം കൂടി കാണിച്ചാൽ ഈ എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി കേട്ടോ. ഇതോ? ഇത് I20 ആസ്റ്റ് ആണ്. 2015 പെട്രോൾ. 15 ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? പെട്രോൾ. അതെ. കിലോമീറ്ററോ? 99,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്.
99 കോടി അല്ലേ? ഓക്കെ, ഇത് നമുക്ക് വിലയോ? 4.25 കൊടുക്കാം. 4.25. മോശമൊന്നുമില്ലല്ലോ. ഈ 99,000 ഓടി എന്ന് പറഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട, ധൈര്യം എടുത്തോളൂ അല്ലേ? പെട്രോൾ അല്ലേ? ഇത് മാത്രമല്ല, ഇതിപ്പോൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 10-40 ഓടിയ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. അത്രയും ക്വാളിറ്റി ഉണ്ട് വണ്ടി അല്ലേ? അപ്പോൾ അതാ കുറേ എണ്ണം കാണിച്ചു. ഇവിടെ മുതൽ അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കിക്കോ, ഇത്രയും വണ്ടികൾ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രീം കാർസിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞല്ലോ, നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. അത് മാത്രമാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കാറുള്ളത്. കാരണം നമ്മുടെയൊക്കെ വീഡിയോ കണ്ട് ഒരുപാട് പേര് വണ്ടികൾ കേൾക്കുന്നത് അവസാനം നമുക്ക് പിരാക്ക് വെക്കേണ്ടി വരും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ, കംപ്ലൈന്റ് ഇല്ലാത്തത്, കുറച്ച് മോഡൽ കൂടിയതല്ലേ, അത് നിങ്ങൾ മാക്സിമം വില കുറച്ച് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയും ചെയ്യാം, വണ്ടി ഹൈ ക്വാളിറ്റി ആണെന്ന് പറയാം. അതെ, അപ്പോൾ വില കുറച്ച് നിങ്ങൾ കൊടുത്തോളൂല്ലേ? ഫുൾ ടാങ്ക് എണ്ണയും തരും കേട്ടോ. അത് ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും തരും. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡ് അപ്പ് ആണ്. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും വരും ഈ ഒരു മാസം കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ? ഈ മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് വണ്ടികളുണ്ട്, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് മൈൻഡ് അപ്പ് ആണ്. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും